ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഒരു അച്ചായൻ ഇവിടെ വന്ന് എന്നെ കാണാൻ വന്നു. വ്യാഴാഴ്ച രാവിലെ അച്ചായൻ പറഞ്ഞു, ഡോക്ടർ വ്യാഴാഴ്ച ഉണ്ടെന്ന് എന്താ നേരത്തെ പറയാഞ്ഞേ? ഞാൻ പറഞ്ഞു, ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അറിയില്ല, ഡോക്ടറെ ഒന്നുകൂടെ വിളിക്കണം. ഡോക്ടർക്ക് ഇങ്ങനെ ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, എന്നിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എന്താ പറയാത്തെ? ഞാൻ പറഞ്ഞു, എൻ്റെ പ്രോഗ്രാം എനിക്ക് തന്നെ രാവിലെ ആകുമ്പോഴാണ് തമ്പുരാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. ഞാൻ വരുന്നവരെ ദൈവം നിങ്ങളെ നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിലുള്ള വലിയ പ്രശ്നം, ഞാൻ എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് വരുന്നത് അവർക്കും അറിയില്ല, അവരെന്നോട് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അതുകൊണ്ട് പുതുക്കാട് ടോൾ ക്രോസ് ചെയ്യുമ്പോഴേ ഞാൻ പറയുള്ളൂ ഞാൻ വരാൻ പോവാണ്. നേരത്തെ പറഞ്ഞിട്ട് എത്താൻ പറ്റിയില്ലേ, ബുദ്ധിമുട്ടല്ലേ? ഹല്ലേലൂയ. വ്യാഴാഴ്ച രാത്രി വീട്ടിലല്ല ഊണെന്ന് എനിക്കറിയില്ലായിരുന്നു. വീട്ടിലെല്ലാ സാധനവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെൻ്റെ ഒരു കൂട്ടുകാരൻ ദുബായിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്തു. ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ട്. ഒരു ദൈവദാസനാണ്, ഒന്ന് ഭക്ഷണം കഴിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. ഞാനിവിടെ 7 മണി 7:30 ആയപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഒരു പേഷ്യൻറ്റിനെ കണ്ടേച്ച് ലേറ്റായിട്ട് വന്നിട്ട് ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല, അത്യാവശ്യമായിട്ട്. അത് വ്യാഴാഴ്ച അല്ലല്ലോ, അത് ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ച നമ്മൾ റോസിൻ്റെ അവിടെയാണ്, ബുധനാഴ്ചയാണ്. അതുകൊണ്ട് ബുധനാഴ്ച വൈകിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. പക്ഷെ ബുധനാഴ്ച വൈകിട്ട് കൊഞ്ചും നല്ല ഞണ്ടും ഞാൻ ചിന്തിക്കാത്തതും ഞാൻ സാധാരണ ഓർഡർ ചെയ്യാത്തതുമായ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞു, ഇതെല്ലാം എന്തിനാണ് ഓർഡർ ചെയ്യുന്നത്? ഇതൊന്നും ഞാൻ സാധാരണ കഴിക്കുന്നതല്ല. സാധാരണ കഴിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. ഒരിക്കലും പോകാത്ത ആലിബാബ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. സാധാരണ ഈ ആലിബാബയായി പോകുന്നവനൊന്നും എപ്പോഴും പോകാൻ പറ്റില്ല. അവിടെ ഒരിക്കലും പോകാത്തവരെ വിളിച്ചോണ്ട് പോകും ദൈവം. പോയി കൊഞ്ച് കഴിക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ ചെന്നപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് പോയപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റിൻ്റെ മകൻ അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മാനേജറായിരുന്നു, ഇൻചാർജായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ടൈം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഏത് വേണേലും ഓർഡർ ചെയ്യാം, കഴിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം, എന്ത് വേണേലും കുടിക്കാം, ഇറങ്ങിപ്പോകാം. ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ ഇടയ്ക്ക് കയറി ചെന്ന് കുറേ നേരം എഴുന്നേറ്റ് നിന്ന് ലോകത്തിലുള്ള പല ഫുഡുകളും കഴിച്ചേച്ച് ഇറങ്ങി വന്നു. 5 പൈസ കൊടുക്കേണ്ടി വന്നില്ല. നീ കുഴിക്കാത്തടത്തുനിന്ന് ദൈവം നിന്നെ കുടിപ്പിക്കും. നീ പണിയാത്തടത്തുനിന്ന് നീ ഭക്ഷണം കഴിക്കും. നീ ചെയ്യാത്തതിന്റെ പുറത്ത് ദൈവം നിന്നെ മാനിക്കും. എത്ര പേര് ദൈവരാജ്യത്തിന് വേണ്ടി റെഡിയാണ്? ദൈവം നിന്നെ അത്ഭുതകരമായ രീതിയിൽ വഴി നടത്തുവാൻ വിശ്വസ്തനാണ്. ഞാൻ എൻ്റെ 2 സാക്ഷ്യമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ സാക്ഷ്യവും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കൂടിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശനിയാഴ്ച വൈകിട്ട് തളർന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോൾ 6 മണിക്ക് കരിക്കാട്ടൂർ പോകണമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. 5:30 ആയപ്പോൾ ഒരാൾ വന്ന് മുട്ടിയിട്ട് പറഞ്ഞു, വീട്ടിൽ ആരുമില്ലെന്നറിയാം, ഞാൻ കാപ്പിപ്പൊടിയും പാലും കൊണ്ട് വന്നിട്ടുണ്ട്, ഒരു നെസ്കാഫെ ഇട്ട് തന്നേച്ച് വിടാനാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിനറിയാം എനിക്ക് കാപ്പി വേണം. എനിക്കറിയാം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണർത്താൻ ആൾ വേണം. ആരുമില്ലെങ്കിലും വീട്ടിൽ പാലിന്റെ കുപ്പിയുമായി വന്ന് പാല് തന്നു, ചായ തന്നു വിടുന്ന ദൈവസ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും സ്നേഹിതനെക്കാട്ടിലും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നല്ലവണ്ണം അറിയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാക്യം എൻ്റെ വാക്യമാണ്. വീണ്ടും വായിച്ചോളൂ. ആവർത്തന പുസ്തകം 6:11. നീ നിറയ്ക്കാത്ത സകല സമ്പത്തും, നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. നീ ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നോട് ചേർന്ന് ഇതേ സാക്ഷ്യം പറയാൻ സാധിക്കും. എനിക്ക് നല്ലവണ്ണം അറിയാം, നിങ്ങൾ ചെയ്യാത്ത ചില പ്രവൃത്തികളിൽ ദൈവം മാനിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് വളർത്തുന്ന ദിവസങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2018 ഈ വാക്യം നിങ്ങളുടെ സ്വന്തമാക്കണം. ഒരു വാഗ്ദത്ത വചനമാക്കണം. അത് വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. അത് ദൈവം നിങ്ങൾക്ക് തരും. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാർ 3:19 തൊട്ടുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതാണ്. എന്ത് ചെയ്യണം? എല്ലാം അടിച്ചു പൊളിക്കണം, മരം എല്ലാം വെട്ടിക്കളയണം, കല്ല് വലിച്ചെറിയണം,
എല്ലാ നീരുറവയും. അപ്പൊ ശത്രുവാണ് ഇങ്ങനത്തെ വൃത്തികെട്ട പണിയൊക്കെ ചെയ്യുന്നത്. നശിപ്പിക്കാൻ നോക്കുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ പണി ചെയ്യുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കാൻ നോക്കുമ്പോൾ വല്ലവരും ഇങ്ങനെ ചെയ്യുവോ? കല്ലുവാരി എറിയോ? അനുഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കല്ലുവാരി എറിയോ? കൊല്ലാൻ തീരുമാനിക്കുമ്പോഴല്ലേ കല്ലുവാരി എറിയുന്നത്. ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ കിണറ്റി മണ്ണിടുവോ? ഇല്ല, കിണറ്റിലെ മണ്ണ് നിങ്ങൾ എടുത്തു കളയും. അപ്പൊ ശത്രുവാണ് കല്ലെറിയുന്നത്, ശത്രുവാണ് കുറ്റം പറയുന്നത്, ശത്രുവാണ് കിണറ്റി മണ്ണിടുന്നത്, ശത്രുവാണ് തകർക്കുന്നത്, ശത്രുവാണ് മരത്തെ വെട്ടുന്നത്. ദയവ് ചെയ്ത് മിത്രങ്ങളല്ല, സഭയുടെ ഉള്ളിലുള്ളവരല്ല, വിശ്വാസികളല്ല, നശിപ്പിക്കാൻ നോക്കുന്നവനാണ് ഇത് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് സമൃദ്ധിയായി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിനും സമൃദ്ധിയായ ജീവൻ പ്രാപിക്കേണ്ടതിനും. ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന എന്താണ്? സമൃദ്ധിയായ ജീവൻ. പിശാച് കൊല്ലുവാനും മുടിക്കുവാനും തകർക്കുവാനും വന്നു. ഞാൻ വന്നതോ അബണ്ടന്റ് ലൈഫ്, സമൃദ്ധിയായ ജീവൻ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണ ജീവനാണോ? സമൃദ്ധിയായ ജീവൻ, നീരുറവകൾ നിറഞ്ഞ ജീവൻ, ദൈവ കൃപയുള്ള ജീവൻ, ദൈവ ശക്തിയുള്ള ജീവൻ. ഹല്ലേലൂയ. ആ പുതുകി വരുന്ന ശക്തിയിൽ നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ വേഗം വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. നെഹമായ 9:25. അവർ ഉറപ്പുള്ള പട്ടണങ്ങളും അപ്പം രണ്ടാമത് തിരിച്ചു പിടിക്കുമ്പോ എന്ത് ചെയ്യണം? ശത്രുവായവൻ നശിപ്പിച്ചതിനെയൊക്കെ എന്ത് ചെയ്യണം? തിരിച്ചു പിടിക്കണം. I told you this year 2018 is an year of restoration. പിശാച് കൊണ്ടുപോയ തോട്ടങ്ങൾ, പിശാച് കൊണ്ടുപോയ അനുഭവങ്ങൾ, പിശാച് കൊണ്ടുപോയ താലന്തുകൾ, പിശാച് കൊണ്ടുപോയ അവസരങ്ങൾ, പിശാച് കൊണ്ടുപോയ നന്മകൾ, പിശാച് കൊണ്ടുപോയ എല്ലാ കാര്യവും you have to get it back. നീ തിരിച്ചു പിടിക്കേണ്ട സമയമാണ്. Defeat the devil who is fighting against you. നിന്നെ തകർക്കാൻ നോക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അവനോട് യുദ്ധം ചെയ്ത് അവൻ നശിപ്പിച്ചതിനെല്ലാം നീ പിടിച്ചെടുക്കണം. അവൻ അവകാശം പറഞ്ഞ് അവൻ്റേതാക്കിയതിനെയും നീ തിരിച്ച് നിന്റേതാക്കണം. അതാണ് ഇന്നത്തെ മെസ്സേജ്. അവൻ അവകാശം പറഞ്ഞ് അവകാശമാക്കിയതിനെ നീ തിരിച്ച് നിന്റെ സ്വന്തമാക്കണം. രോഗത്തിന് നിന്റെ മേൽ അവകാശമില്ല, പാപത്തിന് നിന്റെ മേൽ അവകാശമില്ല, തിന്മയ്ക്ക് നിന്റെ മേൽ അവകാശമില്ല, തോൽവിക്ക് നിന്റെ മേൽ അവകാശമില്ല, ദുഷ്ടതയ്ക്ക് നിന്റെ മേൽ അവകാശമില്ല. നീ ദൈവ പുരുഷനാണ്, നീ ദൈവ മകളാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശങ്ങളെ നേടിയെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഏഷ്യാ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഐസായ 12:3. അപ്പം എല്ലാവർക്കും എന്ത് വേണം? ഒരു രക്ഷയുടെ ഉറവ വേണം. പല ഉറവകൾ ജീവിതത്തിലുണ്ട്. But you must have a well of salvation. പലരും രക്ഷിക്കപ്പെട്ടതാണോ എന്ന് തന്നെ അവർക്ക് അറിയില്ല. രക്ഷിക്കപ്പെട്ട ശേഷം രക്ഷയുടെ ഒരു കിണർ കുഴിച്ചു. They dug a well when they were saved. പക്ഷെ അത് മണ്ണിട്ട് അടഞ്ഞുപോയി. അപ്പൊ പിന്നെ വ്യാഴം രക്ഷിക്കപ്പെട്ടതല്ല, എനിക്ക് രക്ഷ കിട്ടിയിട്ടില്ല. എന്താ പറ്റിയിരിക്കുന്നത്? ഉറവ അടഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. രക്ഷയുടെ ഉറവ, the well got blocked. Satan has put doubt and disbelief and blocked the water. What you need to do is clean it up. നീ രക്ഷയുടെ ഉറവിൽ നിന്ന് എല്ലാ ദിവസവും കുടിക്കണം. അങ്ങനെ വേണമെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാ പറഞ്ഞു. ഹലോ, കിട്ടിയവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് നീരുറവയാണ് നീ ആദ്യം കുടിക്കേണ്ടത്? രക്ഷയുടെ നീരുറവയിൽ കുടിക്കണം. നീ ദൈവ പൈതലായി തീരണം. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ ഒരു ഉറവ, അങ്ങനെ ഒരു കിണർ നിനക്കുണ്ടെങ്കിൽ അതെന്നും വൃത്തിയാക്കി സൂക്ഷിക്കണം. അവിടെ എഴുതി വെക്കണം, ഇത് എന്റെ രക്ഷയുടെ നീരുറവയാണ്, ഇത് എന്റെ രക്ഷയുടെ കിണറാണ്. എല്ലാ ദിവസവും രക്ഷയുടെ കിണറിൽ നിന്ന് കുടിക്കണം. 365 ദിവസവും കുടിക്കാൻ പറ്റിയ സംഗതി എന്താണ്? രക്ഷയുടെ കിണറിൽ നിന്നാണ്. എല്ലാ ദിവസവും നാരങ്ങ വെള്ളം കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. വല്ലപ്പോഴും കുടിക്കുന്നവരുണ്ടോ? ഉണ്ട്. അപ്പൊ നാരങ്ങ വെള്ളം എന്തിനു നല്ലതാ? വല്ലപ്പോഴും കുടിക്കാൻ നല്ലതാണ്. എല്ലാ ദിവസവും മോരും വെള്ളം കുടിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ മോരും വെള്ളം. വല്ലപ്പോഴോ കുടിക്കാറില്ല. എല്ലാ ദിവസവും കഞ്ഞി വെള്ളം കുടിക്കാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും കുടിക്കാറുണ്ട്.
പക്ഷെങ്കിൽ എല്ലാ ദിവസവും പച്ചവെള്ളം കുടിക്കാറുണ്ടോ? എല്ലാ ദിവസവും കുടിക്കാറുണ്ട്. ഈ പച്ചവെള്ളമാണ് ഈ രക്ഷയുടെ കിണർ എന്ന് പറയുന്നത്. അത് നീ മോരും വെള്ളവും കഞ്ഞിവെള്ളവും സൂപ്പർ വെള്ളവും സൂപ്പും കുടിച്ചാലും ആത്മനിറവ് കുടിച്ചാലും, പക്ഷെ നിന്റെ പച്ചവെള്ളം കുടിക്കാൻ മറക്കരുത്. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ എന്നും കൊണ്ടും കുടിക്കേണ്ട വെള്ളമാണ് രക്ഷയുടെ വെള്ളം. ഹല്ലേലൂയ! എത്ര പേർക്ക് ഇത് പിടികിട്ടി? ഇതിന് പച്ച മലയാളത്തിൽ എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയാം. പിടികിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Drink daily from the well of salvation. നിന്റെ രക്ഷയുടെ കിണറിൽ നിന്ന് നീ എന്നും കുടിക്കണം. ഇനി ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. 24-ാം അധ്യായം, ഉൽപ്പത്തി 24:43. ജെനസിസ് 24:43. അപ്പം ആരാ കിണറിന്റെ അടുക്ക നിൽക്കുന്നേ? ഇവിടെ റിബേക്കയെ തേടി അബ്രഹാം ഇസഹാക്കിന് വേണ്ടി വിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആരാ? ഏലിയാസർ. ആരാ കിണറിന്റെ അടുക്ക നിൽക്കുന്നത്? അബ്രഹാമിന്റെ ദാസനായ ഏലിയാസർ. ഏലിയാസർ സാധാരണ പെണ്ണിനെ നോക്കാൻ വീട്ടിൽ പോകാതെ കിണറിന്റെ അടുക്കൽ എന്താ നിന്നേ? ഉറവിനടുക്കലാണ് അനുഭവം ഉണ്ടാകുന്നത്. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പട്ടണത്തിലല്ല പോകേണ്ടത്, വീടുകൾ അന്വേഷിച്ച് നടക്കുകയല്ല വേണ്ടത്. നിൽക്കേണ്ട സ്ഥലത്ത് ഉറവ അന്വേഷിച്ച് വരുന്ന സഹോദരിമാർ എത്രയുണ്ടോ അവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളം അന്വേഷിച്ച് വരുന്നവർ എന്നും കുന്നും വെള്ളത്തിന് വേണ്ടി ഓടും. അല്ലാത്തവർ എത്ര ആണെങ്കിലും ഡ്രൈ ആയിട്ട് നടന്നോളും. ചില ആൾക്കാർക്ക് അങ്ങനെ ഗുണമുണ്ട്. 2 ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഏലിയാസറിനറിയാം ആര് വരുമെന്ന്. വെള്ളം അന്വേഷിച്ച് സഹോദരി വരും. ഹല്ലേലൂയ! He was looking for virgins coming there at the well. വായിച്ചോ, അടുത്ത വാക്യം വായിച്ചോ. വെള്ളം കോരുവാൻ കന്യക. അപ്പൊ ഈ ഏലിയാസറിന് എങ്ങനെ അറിയാം കന്യകയാന്ന്? ഇന്നത്തെ ഏലിയാസറാണ് മെഡിക്കൽ ചെക്കപ്പിനൊക്കെ റെഡിയാവും. പക്ഷെ അന്നത്തെ ഏലിയാസറിനെ നോക്കിയാൽ അറിയാം കന്യകമാരെ. അന്ന് പിന്നെ വരുന്നതിൽ പകുതിയും മുക്കാലും കന്യകമാരാണ്. ഇന്നിപ്പോ എത്ര പേര് കന്യകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് ഇന്നത്തെ കിണറും അന്നത്തെ കിണറും തമ്മിൽ. പക്ഷെ അന്ന് വരുന്നത് മുഴുവനും കന്യകമാരായിരുന്നു. ഏതായാലും ഏലിയാസറിന് ഈ കന്യകനെ പിടികിട്ടി. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. ഏലിയാസർ പറയുകയാണ്, നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിക്കാൻ തരിക. അപ്പം ഈ കുടിക്കാൻ കൊടുക്കുന്ന കന്യക ഒരു പ്രത്യേക കന്യകയാണ്. ദൈവരാജ്യത്തിന് ആവശ്യമുള്ള കന്യക തന്നെ കുടിച്ചോണ്ട് നടക്കുന്ന കന്യകയാണോ? ഒത്തിരി കന്യകമാരുണ്ട്. ഞായറാഴ്ച വന്നിങ്ങനെ ഇങ്ങനെ കുടിക്കും. അടുത്ത ഞായറാഴ്ച എന്ത് നല്ല മെസ്സേജ്. ഡോക്ടർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കുടിച്ച വെള്ളം കയ്യിലിരിക്കുന്ന അല്ലാതെ 2 പാത്രം കോഴി കൊണ്ടുപോവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടിക്കാൻ വരുന്ന കന്യകമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ കൊടുക്കാൻ വരുന്ന കന്യകമാർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ മാനുവൽ ഉണ്ട്. മാനുവലിന്റെ അപ്പച്ചനും അമ്മച്ചിയും പറയുന്നത് ഇവിടെ വരുന്നത് ഡോക്ടർ പറയുന്ന മുഴുവൻ അദ്ദേഹം എഴുതിയെടുക്കും. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറെ 2-3 പേരെ വിളിച്ചേച്ച് ആ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്ന മാനുവലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുള്ളി ബൈബിൾ കോളേജിലൊന്നും പോയിട്ടില്ല. പുള്ളിക്ക് പ്രത്യേക ചർച്ചിന്റെ ചാർജ് ഒന്നുമില്ല. പക്ഷെ എല്ലാ ദിവസവും ബുക്കും പേനയുമായിട്ട് ഫ്രണ്ട് സീറ്റിൽ വരും. പുള്ളി എഴുതിയെടുക്കും. പുള്ളിക്ക് ഇഷ്ടമായ 2 പേരെ പുള്ളി വിളിച്ചു പറയും. എത്ര കന്യകമാര് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. മറ്റുള്ളവർക്ക്, ദാഹിക്കുന്ന ചില ജീവിതങ്ങൾക്ക്, വിശക്കുന്ന ചില ജീവിതങ്ങൾക്ക് കൊടുക്കുവാൻ ഒരു റിബേക്കയായി തീരുവാൻ ഇന്ന് രാത്രി ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. ധാരാളം വെള്ളം കുടിച്ച് നടക്കുന്നവരെ അല്ല ദൈവം നോക്കുന്നത്, കുടിച്ച ശേഷം കൊടുക്കുന്നവരെയാ ദൈവം നോക്കുന്നത്. അവർക്കാണ് ഇസഹാക്കിനെ വെച്ചിരിക്കുന്നത്. ഐസക് is only meant for a Rebecca who is willing to give. കൊടുക്കുവാൻ കാത്തിരിക്കുന്ന റിബേക്കായ്ക്കാണ് ദൈവം ഇസഹാക്കിനെ വെച്ചിരിക്കുന്നത്. മർമ്മം മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പറഞ്ഞ ദൂതിന്റെ മർമ്മം അത്രയാഴമാണ്. അത് മനസ്സിലാക്കാൻ കൃപ കിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, ദൈവം മനസ്സിലാക്കി തരും. 62-ാം വാക്യം. വിഷയം ഞാൻ മുമ്പോട്ട് കൊണ്ടുപോട്ടെ. 62-ാം വാക്യം വേഗം വായിച്ചു. 62-ാം വാക്യം. ഇസഹാക്ക് വരെ വന്നു. ബർലഹായി. ഈ ബർലഹായി രോഹി ആരാന്നറിയാം? ഏത് കിണറാന്നറിയാമോ?
ഞാനൊരു 200 പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബർലഹായി റോഹി എന്ന് പറഞ്ഞ കിണർ ഏതാണ്? പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? ഇത്രയും പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ട് ബർലഹായി റോഹി, എന്നെ കണ്ടവനെ ഞാൻ കണ്ടു. ഇതാരാ പറഞ്ഞേ? ഹാഗാർ. ഹാഗാർ പറഞ്ഞ കിണറിന്റെ അവിടെയാണ് ഇപ്പൊ ഇസഹാക്ക് നിൽക്കുന്നത്. ഓരോ കിണറിന്റെ അർത്ഥമാ പറയുന്നത്. ഞാനൊരു പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പ്രസംഗം നിർത്താൻ പോവാ. നിങ്ങൾ എഴുതിയെടുക്കുന്നോ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ദയവ് ചെയ്ത് യൂട്യൂബിൽ കയറിയെങ്കിലും കാണും, മറന്നു പോകാൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിഷയങ്ങളും തന്നെത്താൻ പഠിക്കാനായിട്ട് ദൈവം കൃപ തരുമാറാകട്ടെ. ഒരു 10-25 മെസ്സേജസ് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം യൂട്യൂബിലുണ്ട്. അത് എത്രയും വേഗം രണ്ടാമത് കാണണം. എന്തുകൊണ്ടെന്നാൽ അതിന്റെ അടുത്ത ലെവല് പ്രസംഗിക്കാൻ പോവാം. അത് കാണാത്ത ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പപ്പര അടിക്കും. ഇത് പറയുന്ന ഒന്നും പിടികിട്ടൂല. അതുകൊണ്ട് അത് മനസ്സിലായെങ്കിൽ, ബേസിക് മനസ്സിലായെങ്കിലേ അടുത്തത് പിടികിട്ടുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കാത്ത സന്ദേശങ്ങളൊക്കെ, ഇവിടെ പ്രസംഗിക്കുന്ന സന്ദേശങ്ങളൊക്കെ ബൈബിളും പുസ്തകവും എടുത്തിരുന്ന് പഠിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ബെൽ റഹായി റോഹി, എന്നെ കണ്ടവനെ ഞാൻ കണ്ടു. ഹാഗാറിന് ദൈവം വെളിപ്പെട്ട അതേ സ്ഥലത്താണ് ആര് നിൽക്കുന്നത്? ഇസഹാക്ക് നിൽക്കുന്നത്. ഓരോ കിണറിനും അർത്ഥമുണ്ട്. ഓരോ കിണറിനും വ്യക്തമായ പരിപാടിയുണ്ട്. ദൈവം വെളിപ്പെടുന്ന കിണറുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ചില നന്മകളുണ്ട്, അവിടെ ചില വിടുതലുകളുണ്ട്, അവിടെ ചില ശക്തിയുണ്ട്. നിന്റെ ആത്മീക ദാരിദ്ര്യം, നിന്റെ ആത്മീകമായിട്ടുള്ള വരൾച്ച മാറണമോ, അവനെ കണ്ട സ്ഥലത്ത് നീ വരണം. എന്നെ കണ്ടവനെ ഞാൻ കണ്ടു. ആ സ്ഥലത്ത് വരുമ്പോഴാണ് നിനക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. I have seen the one who has seen me. How many of you can testify tonight that I have seen the one who has seen me? എന്നെ കണ്ടവനെ ഞാൻ കണ്ടു. അങ്ങനെ കാണാനാണ് നിങ്ങൾ ഇന്ന് കയറി വന്നത്. കണ്ടിട്ടേ പോകാവൂ. കോവിഡിനെ കാണാനല്ല വന്നത്, ഡോക്ടറെ കേൾക്കാനല്ല വന്നത്, ദൈവത്തെ കാണാനാ വന്നിരിക്കുന്നത്. ദൈവ ശബ്ദം കേൾക്കാനാ വന്നിരിക്കുന്നത്. നിന്റെ കാണുന്നവനായ ദൈവത്തെ കാണുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. എന്നെ കണ്ടവനെ ഞാൻ കണ്ടു. സമയമില്ലാത്തോണ്ട് ഓടുകയാണ്. 25:11. അപ്പൊ ഇസഹാക്ക് വന്ന് അവസാനിച്ചത് എവിടെയാണ്? എന്ത് വലിയൊരു മർമ്മ. ബർലഹായി റോഹി എന്ന് പറയുന്ന കിണറിനടുത്ത് ഇസഹാക്ക് വന്ന് പാർത്തു. ആ കിണർ വിട്ടുപോകാൻ തോന്നിയില്ല. ഹാഗാറിനെ അനുഗ്രഹിച്ച കിണറിന് അവകാശം പറഞ്ഞിരിക്കുന്ന ആരാണ്? ഇസ്മായേൽ അല്ല, ഇസഹാക്ക. വെള്ളം കുടിച്ച് രക്ഷപ്പെട്ടത് ആരാണ്? ഇസ്മായേലാണ്. രോഗസൗഖ്യം കിട്ടിയ അനേക ഇസ്മായേൽ തൃശൂർ ചർച്ചിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ജീവിക്കാൻ വന്നു പാർക്കുന്ന ഇസഹാക്കന്മാരുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വന്ന് വെള്ളം കുടിച്ചേച്ച് പോകുന്ന ഇസ്മായേലിനെ അല്ല ദൈവം നോക്കുന്നത്, തെരഞ്ഞെടുത്ത് പാർക്കുന്ന ഇസഹാക്കിനെയാണ്. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിനക്കൊരു കിണർ വെളിപ്പെട്ടിട്ടുണ്ടോ, അവിടെ തന്നെ നീ പാർക്കണം. അതിന്റെ ഉറവയെ ദൈവം തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വേഗം ഓടട്ടെ. 26:20. പ്രൈസ് ദി ലോർഡ്. ശണ്ടയുടെ കിണർ, അങ്ങനെയും കിണറുണ്ട്. ഉണങ്ങിയ പൊട്ടക്കിണർ, ദൈവം കണ്ട കിണർ, ശണ്ടയുടെ കിണർ. പ്രൈസ് ദി ലോർഡ്. ശണ്ടയുടെ കിണർ, ശണ്ടയുടെ കിണർ. മേശക്കൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിടി കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ശണ്ടയുടെ കിണർ എന്ന് പറയും. ശണ്ട ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കിണർ ആരെങ്കിലും വാശി പിടിച്ച് മേടിക്കുകയാണ്, നീ വേറെ എവിടെയെങ്കിലും പോയി കുഴിക്കും. അടുത്ത വാക്യം, 21-ാം വാക്യം. അവർ വേറൊരു കിണർ കുഴിച്ചു. അപ്പൊ ശണ്ടയുടെ കിണർ പിടിച്ചോണ്ടിരുന്നോ? ഇല്ല. മേശക്ക് പിടിച്ചോണ്ടിരുന്നോ? ശ്രദ്ധിച്ച് കേൾക്കണം. മേശക്ക് പിടിച്ചോണ്ടിരുന്നോ? ഇല്ല. ആരെങ്കിലും ശണ്ട ഇടാൻ വന്നു കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് അങ്ങ് പൊക്കോണം. നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്ത എത്ര ആരാധന കേന്ദ്രങ്ങളും എത്ര കൂട്ടായ്മകളും ഇന്ന് ലോകത്തിലുണ്ടെന്നറിയാമോ? ഞാൻ കഴക്കൂട്ടത്ത് ആരാധിക്കാൻ, ഞാൻ +2 പഠിക്കുമ്പം ഒരു ചെറിയ വീട്ടിൽ 3 പേരായിട്ട് ആരാധിക്കുന്നത് ഇന്നൊരു വലിയ ചർച്ചിന്റെ ആരാധന കേന്ദ്രമാണ്.
ഞാൻ വെല്ലൂരിലായിരുന്നപ്പോൾ 3 വീടുകളിൽ ആരംഭിച്ച ചെറിയ പ്രാർത്ഥനകൾ ഇന്ന് 3 സഭകളാണ്. അവിടെ ഫൗണ്ടേഷനിലോ സ്റ്റോൺ ഇടാനോ നമ്മൾ തുടങ്ങിയതാണെന്ന് പറഞ്ഞ് പോകാനോ പോയിട്ടുണ്ടോ? തിരിഞ്ഞു നോക്കിയിട്ടില്ല. മേശയ്ക്ക് വിടുക, വേറെ സ്ഥലത്തേക്ക് പോവുക, കുഴിക്കാൻ തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. മേശക്കിന്റെ പുറകെ നിൽക്കല്ലേ, ശണ്ട വന്നാ വിടുക. ഞാനിതൊന്നും ശണ്ട ഉണ്ടായിട്ട് പോയതല്ല, സ്ഥലം മാറി പഠിത്തം കഴിഞ്ഞപ്പോൾ പോയതാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, അവർ വേറൊരു കിണർ കുഴിച്ചു. ആ, രണ്ടാമത്തെ ശണ്ട പേരിട്ട് പോവാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചിന് നീ കിണർ കുഴിക്കുന്ന ഇഷ്ടാണോ? അല്ല സഹോദരി. 1 കുഴിച്ച അതിന്റെ പുറകെ, 2 കുഴിച്ച അതിന്റെ പുറകെ, കുഴിക്കുന്നതിന്റെ ഒക്കെ പുറകെ. എപ്പ പ്രാർത്ഥന നടത്തിയാലും അത് മുടക്കാൻ ദൈവം നോക്കും, അല്ല പിശാച് നോക്കും. നീ ഒരു കൂട്ടായ്മ വീട്ടിൽ തുടങ്ങി, അത് മുടങ്ങി. നീ വേറൊരു പരിപാടി അവിടെ തുടങ്ങി, അത് മുടങ്ങി. നീ വേറൊരു പരിപാടി ഇവിടെ തുടങ്ങി, അത് മുടങ്ങി. എല്ലാം മുടങ്ങി. കിണറുകളൊക്കെ ടപ്പാന്ന് മുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ പിന്നെയും കുഴിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുടങ്ങുന്നതൊക്കെ നീ അങ്ങ് വിട്ടുകൊടുക്കേ. ഓക്കെ, അടുത്ത വാക്യം. ആ, മൂന്നാമതൊരു കിണർ. ഇതാണ് എന്റെ വിഷയം. മൂന്നാമത്തെ കിണർ ശണ്ടയുടെ കിണറല്ല, മേശക്കല്ല. അതിനെക്കുറിച്ച് ഇട്ടില്ല. യഹോവ റെഹബോത്ത് എന്ന് പേരിട്ടു. ബ്രോഡ് പ്ലേസ്. ഗോഡ് ഗേവ് മീ എ ബ്രോഡ് പ്ലേസ്. നീ നിൽക്കേണ്ടത് എവിടെയാണ്? റഹബോത്തിലാണ്. മനസ്സിലായ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എനിക്ക് അവകാശമാക്കി തരുന്ന റഹബോത്ത്, വിശാലമായ സ്ഥലം, നിനക്ക് ഇരിക്കുവാൻ, പാടുവാൻ, ചാടുവാൻ, ആരാധിക്കുവാൻ ദൈവം അവകാശമായി തന്നിരിക്കുന്ന റഹബോത്തിനായി നീ ദൈവത്തെ സ്തുതിക്കുക. ശണ്ട ഇടുന്നതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് എന്നേക്കുമായി ഒരു റഹബോത്തിനെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും ധ്യാനിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി 2 മുറിക്കാൻ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ബാക്കി ഞാൻ പറഞ്ഞു തീർക്കാൻ പോവാണ്. വേഗം കേട്ടോളൂ. സംഖ്യാപുസ്തകം 21:16 മുതലുള്ള വാക്യങ്ങൾ. ഞാനിവിടെ നിൽക്കാൻ പോവാണ്. ഇന്നിപ്പോൾ സമയം പോയതുകൊണ്ട് ബാക്കി ഞാൻ പിന്നെ എടുക്കാം. ഏതായാലും കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഈ വാക്യം നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം. സംഖ്യാപുസ്തകം 21:16 തൊട്ട്. യഹോവ പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ജനത്തെ ഒന്നിച്ചു കൂട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളം കൊടുക്കാനാണ്. അപ്പൊ ആരാധനയ്ക്ക് വരുന്ന എന്തിനാണ്? ചിലർ വിചാരം അടി കിട്ടാനാണ്, വഴക്ക് കിട്ടാൻ അല്ല. ആരാധനയ്ക്ക് വരുന്ന എന്തിനാ? ആത്മനിറവിനാണ്. അതുകൊണ്ടാണ് നേരത്തെ വന്ന് കൈകൊട്ടി അന്യഭാഷയിൽ ആരാധിക്കണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടാണ് വചന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വെള്ളം കുടിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ജനത്തെ ഒരുമിച്ച് കൊണ്ടുവരുന്ന എന്തിനാ? വെള്ളം കൊടുക്കാനാണ്. അടുത്ത വാക്യം. അപ്പം അവർക്ക് പാട്ടുണ്ടായി. ഈ പാട്ടുണ്ടാകാൻ കാര്യം എന്താ? കിണറുള്ളത് കൊണ്ടാണ്. കുഴിക്കാൻ നേരത്തെ ദൈവദാസന്മാരുള്ളത് കൊണ്ടാണ് ഇവർക്ക് പാട്ട് വന്നത്. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മെനക്കെട്ട് കുഴിക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? മെനക്കെട്ട് കുഴിക്കാൻ ആർക്കെങ്കിലും സമയമുണ്ടോ? ഇല്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, കിണർ കുഴിക്കാൻ സമയമില്ല. ഞാൻ അവസാനമായി നിർത്തുന്നതിന് മുമ്പേ പറയട്ടെ, കിണർ കുഴിക്കാൻ ഇന്ന് ചിലരെ ഞാൻ വിളിക്കാൻ പോവാം. നസ്രായനി യേശുവിന്റെ നാമത്തിൽ കിണറുകളെ കുഴിപ്പിക്കാൻ ശക്തിയുള്ള ദൈവദാസന്മാർ എഴുന്നേൽക്കുമാറാകട്ടെ. കൂട്ടായ്മകൾ തുടങ്ങുവാൻ, കൂട്ടായ്മകൾ നടത്തുവാൻ, വചനങ്ങൾ ശുശ്രൂഷിക്കുവാൻ, ജനത്തെ ഉറപ്പിക്കുവാൻ, ധാരാളമായി വെള്ളം കൊടുക്കുവാൻ കഴിവുള്ള ശ്രേഷ്ഠ ദൈവദാസന്മാർ. അവരെ കുറിച്ചാണ് 17 18 എഴുതിയിരിക്കുന്നത്. അവരെ കുറിച്ച് പാടിയ വാക്കുകൾ എന്താ പാടിയിരിക്കുന്നത്? ഗംഭീരമായ വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? പ്രഭുക്കന്മാർ കുഴിച്ചത്. ഈ കുഴിച്ചത് എവിടെങ്കിലും പ്രഭു കുഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സാധാരണ ഏതെങ്കിലും പ്രഭു കിണർ കുഴിക്കാൻ പോകാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തൃശ്ശൂരില് ഒരു പ്രത്യേക ടീമുണ്ട്. ഇവരുടെ പേര് നായ്ക്കന്മാരെന്നാണ്. എവിടെങ്കിലും ഫൗണ്ടേഷൻ കുഴിക്കണമെങ്കിൽ ഇവർ വരും. ഇവർ രാവിലെ ഒരു 4:30 5 മണിയാകുമ്പോൾ വരും.
8 മണിയാകുമ്പോഴത്തേക്ക് പകുതിയും മുക്കാലും കുഴിച്ച് പറമ്പ് മുഴുവൻ കുഴിച്ചിട്ടിരിക്കും. അവർക്ക് ഇറങ്ങി നിൽക്കാവുന്ന അത്രയും കുഴിക്കും. 8 കഴിയുമ്പോഴത്തേക്ക് ഫിറ്റ് ആകും. 10 മണി വരെ ബാക്കി കുഴിക്കും. പിന്നെ 4 കാലേർ ഇറങ്ങിപ്പോകും കുഴിയാന പോലെ. ഇങ്ങനെ കുഴിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ തൃശ്ശൂർ വന്നിട്ടാണ് ഇവരെ കണ്ടത്. കുഴിക്കാൻ പറ്റിയ ടീമാണെന്ന് എന്നോട് പറഞ്ഞു. കുഴിക്കുന്നവനും കുടിച്ചെങ്കിലേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. അതാണ് ആ പ്രമാണം. നീ കുറച്ച് കുടിച്ചു കഴിഞ്ഞ് നീ തളരാതിരിക്കാൻ എന്ത് ചെയ്യണം? 8 മണിയാകുമ്പോൾ നീ ഒന്ന് നിറയണം. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 10 മണിയാകുമ്പോൾ നിനക്ക് പണി കഴിഞ്ഞ് സ്വോത്രം പറഞ്ഞ് 4 കാലം വീട്ടിൽ പോകാൻ പറ്റും. പിടികിട്ടിയ നായ്ക്കന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ, ആത്മാവിൽ നിറക്കട്ടെ. നീ കുഴിക്കുമ്പോൾ തന്നെ കുടിക്കുവാനുള്ള ദൈവകൃപ നിനക്ക് തെരുമാറാകട്ടെ. നീ കിണർ കുഴിക്കണം, കുഴിക്കേണ്ടിടത്തൊക്കെ കുഴിക്കണം. പക്ഷെ കുഴിക്കുമ്പോഴൊക്കെ നീ കുടിച്ചുകൊണ്ടിരിക്കണം. കുടിച്ചെങ്കിലേ നിന്റെ കുഴി പൂർത്തിയാകുകയുള്ളൂ. അല്ലെ പകുതി കുഴിച്ചേച്ച് ശ്വാസം മുട്ടി നീ ഇറങ്ങിപ്പോകും. പകുതി വഴിയൊക്കെ നീ ഇങ്ങനെ ശ്വാസം വലിച്ചിരിക്കും. പക്ഷെ കുഴി താഴും തോറും നിനക്ക് എക്സ്ട്രാ എനർജിയുടെ ആവശ്യമുണ്ട്. ഇന്ന് എത്ര പേര് റെഡിയാണ് നിന്റെ കിണറുകളെ തേകുവാൻ, നിന്റെ കിണറുകളെ വിശുദ്ധീകരിക്കുവാൻ, നിന്റെ കിണറുകളെ രണ്ടാമത് കുഴിക്കുവാൻ? നിനക്കൊരു നീറുറവുണ്ടാകേണ്ടതിന്, നിനക്കൊരു ആത്മനിറവുണ്ടാകേണ്ടതിന് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവം നമ്മളെ കേൾപ്പിച്ചു. ഇന്ന് മടങ്ങി പോകുമ്പോൾ അത് ഹൃദയത്തിൽ മനനം ചെയ്യുവാൻ, അത് ധ്യാനിക്കുവാൻ, അത് ഓർക്കുവാൻ, അതനുസരിച്ച് ജീവിപ്പാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പിതാക്കന്മാരുടെ കിണറുകളെ കുഴിക്കുക. ഈസഹാക്ക് അബ്രഹാമിന്റെ കിണറിനെ കുഴിച്ചു. യാക്കോബ് തന്റെ പിതാവിന്റെ കിണറിന് വേണ്ടി കാത്തിരുന്നു. പിതാക്കന്മാരുടെ കിണറിന് വേണ്ടി കാത്തിരിക്കുവാൻ, ഒരുക്കുവാൻ, കുഴിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇവിടുന്ന് കടന്നു പോകുമ്പോൾ കുഴിക്കുന്ന ഒരു അഭിഷേകം, കിണർ തേകുന്ന അഭിഷേകം, വൃത്തിയാക്കുന്ന ഒരു അഭിഷേകം ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. ആദ്യം നിങ്ങളുടെ തന്നെ കിണറുകൾ ഒന്ന് കുഴിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള കിണറുകളെ കുഴിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ള കിണറുകളെ കുഴിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുള്ള കിണറുകളെ കുഴിക്കുക. അതിനുശേഷം അടുത്ത ഞായറാഴ്ച ശക്തിയോടെ, ബലത്തോടെ നമ്മുടെ കൂട്ടായ്മയുടെ മധ്യത്തിൽ വെള്ളവുമായി, ഉറവയുമായി എലീമുമായി കടന്നു വരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എത്ര പേര് എലീമിനെ ആഗ്രഹിക്കുന്നു? പൊങ്ങി വരുന്ന, നിങ്ങൾ കുഴിക്കാത്ത ചില കിണറുകൾ, കുഴിക്കാത്ത ചില ഉറവകൾ ദൈവം നിങ്ങൾക്ക് തെരുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവർക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നസ്രായന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേക ഉറവകൾ ഉണ്ടാകുവാൻ, ആത്മസമൃദ്ധി ഉണ്ടാകുവാൻ, ജീവന്റെ നിറവുണ്ടാകുവാൻ, ദൈവകൃപയൊഴുകുവാൻ കുടുംബങ്ങളിൽ അങ്ങ് കൃപ ചെയ്യുമാറാകണമേ. വ്യക്തി ജീവിതങ്ങളിൽ അങ്ങ് കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. ആത്മനിറവോടെ, ദൈവശക്തിയോടെ നീ ഞങ്ങളെ പറഞ്ഞയക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നസ്രായന യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ കടന്നു പോകുവാൻ കർത്താവെ അവർക്ക് കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ച് തളർന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ഷീണത്തെ അങ്ങ് മാറ്റുമാറാകണമേ. കർത്താവെ, ദുഃഖത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, കയ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാറായ അനുഭവത്തിൽ ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാറായെ മാറ്റി എലീമിനെ കൊടുക്കുന്ന ദിവസമാക്കി അങ്ങ് തീർത്തുമാറാൻ പ്രാർത്ഥിക്കുന്നു. 12 ഉറവകൾ, 12 നീരുറവകൾ കുടുംബത്തിന്റെ മധ്യത്തിൽ, ജീവിതത്തിന്റെ മധ്യത്തിൽ അങ്ങ് ഒരുക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ അപ്പച്ചാ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. മാറായെ മധുരമാക്കുന്ന അങ്ങയുടെ സാന്നിധ്യം എന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളുടെ മേൽ അങ്ങയുടെ നന്മ അയച്ചാട്ട്, ജീവനും ബലവും അയച്ചാട്ട്, അന്ത്യകാലത്ത് ശുശ്രൂഷിക്കുവാൻ, നന്മയുടെ സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. നസ്രായന യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും, വിടുതലും, അനുഗ്രഹവും ഞങ്ങൾ അവകാശം പറഞ്ഞെടുക്കുകയാണ്. വചനം കേട്ട എല്ലാവരെയും അങ്ങ് സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കാൻ നന്ദി, ഉത്തരം അയച്ചിരിക്കാൻ നന്ദി. സകല മാനവ മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.